നമസ്കാരം. ആദൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും മാളു കൊച്ചും കൂടിയേ. മാളു കൊച്ചിന് വണ്ടീൻ്റെ സൗണ്ട് ഭയങ്കരമാണ്. മാളൂസിന് ഇത് പേനയൊക്കെ വാങ്ങണം. പിന്നെ നമ്മുടെ ആദൂട്ടിക്ക് മരുന്ന് വാങ്ങണം. അതിനൊക്കെ പോവാട്ടോ. ഇങ്ങോട്ട് നോക്കി മാളൂസ്. മാളൂസിന് നാണം. ഇത് കാണിച്ച മാളൂസ് എവിടെയെങ്ങാണ്ട് പട്ടീനെ കണ്ടെന്ന് പറഞ്ഞിട്ട് മാളു എന്നോട് പറയാം, ഞാൻ കാണിച്ചു തരാം, ഇന്ന് പോകുമ്പോൾ കാണുന്നതാണെന്ന് പറയാം. പക്ഷെ അവിടെ നല്ലൊരു പക്ഷി നിൽക്കുന്നുണ്ട് കേട്ടോ. അതേ ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാമെന്ന് അറിയത്തില്ല. അങ്ങോട്ട് പോകും മാളൂസേ. ഇവിടെ എന്നും കാണുന്നതാണ്. ഞാൻ ഇന്നാ കാണുന്നത്. മാളൂസ് ഇതുവഴിയാണ് നടന്നു പോകുന്നത് കേട്ടോ. മാളൂസ് എന്നും കാണും, ഞാൻ കാണാറില്ല. കുറച്ചങ്ങ് നടക്കണം. ശിരുവാണിപ്പുഴയുടെ പാലമൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറം പോകണം. അപ്പം അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനേ വോയിസ് കൊടുക്കാതെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷേ നേരിട്ട് പറയാമെന്ന് വിചാരിച്ചപ്പം എന്ത് ചെയ്തു, നമുക്ക് വണ്ടികൾ പോകുന്നു, ഭയങ്കര ശബ്ദം. നമ്മൾ ശിരുവാണിപ്പുഴേൻ്റെ അതിൽ കൂടിയാണ് പോകുന്നത്. ശിരുവാണിപ്പുഴേൻ്റെ തൊട്ടപ്പുറത്തുമ്പം സൺഡേ അല്ലായിരുന്നോ, സൺഡേ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ പാർക്ക് ചെയ്ത്, നമ്മളിപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടുന്ന അടുത്തുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിരുവാണിപ്പുഴയാണ്. അപ്പോൾ നമ്മൾ ശിരുവാണിപ്പുഴയൊക്കെ കഴിഞ്ഞങ്ങ് പോവുകയാണ് കേട്ടോ. ഇത് ശിരുവാണിപ്പുഴേൻ്റെ അവിടെയുള്ള ഒരു കടയാണ്. ഇത് അവിടെ അമ്പലം കേട്ടോ. അത് അമ്പലത്തിൽ ചോറ് കൊടുക്കുന്ന ഇവിടെയാണ്. പിന്നെ അയ്യപ്പനും കോശിയും നടന്നത് ഇവിടെയാണ് കേട്ടോ. അയ്യപ്പനും കോശിയും നടന്ന സിനിമ ഷൂട്ടിങ് നടന്ന സ്ഥലമൊക്കെ ഇതാണ്. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. 5:30 ആയി. ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ട്. അപ്പം മാളൂസ് മുമ്പിൽ പോകുന്നു, ഞാൻ പുറകെ പോകുന്നു, പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആദൂട്ടിനെ വീട്ടിലാക്കി പറ്റിച്ചിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. കാരണം ആദൂട്ടിനെ കൊണ്ട് പോയാൽ നടക്കാനാവത്തില്ലേ. അതുകൊണ്ട് ആദൂട്ടിനെ ഞാൻ പറ്റിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതേ നമ്മുടെ പാലമെത്തി. ശിരുവാണിപ്പുഴയുടെ പാലമാണ് കേട്ടോ ഇത്. നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് വന്നുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഈ പാലം ഓർത്ത് വെച്ചിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. കാരണം സ്ഥലം അറിയത്തില്ലല്ലോ. വെള്ളമൊക്കെ താന്നു കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമായി. കുറച്ച് വെള്ളമേ ഉള്ളൂ, പക്ഷേ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. കണ്ടോ അപ്പുറത്തേക്കൊക്കെ. ഇന്നാളൊക്കെ ആയപ്പോൾ നല്ല കലങ്ങിയ വെള്ളമായിരുന്നു, നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വെള്ളമൊക്കെ ഇത് കണ്ടോ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ശിരുവാണിപ്പുഴേൻ്റെ അവിടെ അമ്പലത്തിൻ്റെ അവിടെയുള്ളൊരു പാലമാണ്. അമ്പലമുണ്ട്. ഒരമ്പലം ഇത് ഉത്സവം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ശിരുവാണിപ്പുഴ ഞായറാഴ്ച ഒരുപാട് ആൾക്കാരായിരിക്കും. നമ്മളും പോകാറുണ്ട്. അങ്ങനെ അമ്പലമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ കെട്ടിടമാണ് കേട്ടോ. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടപ്പാടിയിൽ എന്തിനോ വനിത കെട്ടിടമാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാവോ, ഇത് ഇവിടെ ഒരു ഫാക്ടറിയാണ്, നൂലിൻ്റെ ഫാക്ടറിയാണ് കേട്ടോ. ഈ ഫാക്ടറിയിൽ നിന്നാണ് ശിരുവാണിപ്പുഴയിലേക്ക് വെള്ളം വിട്ടിട്ടൊക്കെ ഇന്നാൾ പ്രശ്നമായത്. കളറുള്ള വെള്ളമില്ലേ, കളറുള്ള വെള്ളമൊക്കെ വിട്ടിട്ട് ഇന്നാൾ പ്രശ്നമായത് ഇവിടുന്നാണ് കേട്ടോ. ദേ ഇവിടുന്ന്. അങ്ങനെ നമ്മൾ ചന്തക്കട എത്തി. ചന്തക്കട എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ചന്തയിലാണ് നമ്മുടെ പൃഥ്വിരാജും ഈ പൃഥ്വിരാജ് അവിടെ നിന്ന് ഇറങ്ങി വരില്ലേ അയ്യപ്പനും കോശിയിൽ, അത് ഇതാണ്. പിന്നെ നമ്മൾ ആദൂട്ടിക്ക് മരുന്ന് വാങ്ങാനാണ് പോയത്. ആദൂട്ടിക്ക് കണ്ടിന്യൂ കൊടുക്കുന്ന മരുന്ന് വാങ്ങാനാണ് പോയത്. നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ മരുന്ന് വാങ്ങുന്നത്. മരുന്ന് ഒരുമിച്ച് വാങ്ങും. മാസമാണ് ചേട്ടന് പൈസ കൊടുക്കുന്നത്. ഉള്ളപ്പം കൊടുക്കും, ഇല്ലാത്തപ്പം നമ്മൾ മരുന്ന് വാങ്ങും. അങ്ങനെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊണ്ടു തരുമൊക്കെ ചെയ്യുവേ. അങ്ങനെ മരുന്ന് വാങ്ങാൻ വന്നപ്പോൾ ഞാനിവിടെ എടുത്തതാണ്. ആദൂട്ടിയിൽ എല്ലാ മരുന്നും നമുക്കിപ്പോൾ ഇവിടെ കിട്ടുവേ. അങ്ങനെ നമ്മൾ മരുന്ന് വാങ്ങാൻ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാളൂസിന് പേന വാങ്ങാൻ കയറി. ഇപ്പം മാളൂവിനൊരു വാച്ച് വേണമെന്ന് പറഞ്ഞിട്ടൊരു വാച്ച് നോക്കിയതാണ്. വാച്ച് വാങ്ങിയില്ല, പേനയാട്ടോ വാങ്ങിയുള്ളൂ. വാച്ച് നോക്കിയതാണ് ഞങ്ങളൊന്ന്. അത് കഴിഞ്ഞപ്പോൾ പേന വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 10 പേന വാങ്ങി. കാരണം എക്സാമിന് ഒത്തിരി എഴുതേണ്ടി വരുമല്ലോ, പിന്നെ പേനയ്ക്ക് വേണ്ടി നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 10 പേന വാങ്ങി. നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഇന്ന് വീഡിയോ ഇടണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എന്താണോ വീഡിയോ ഇടാമെന്ന് വീണ്ടും തോന്നി. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് ആദൂട്ടിനെ കൊണ്ടാകാതെ പറ്റിച്ചൊരു പോക്കായി. അത് കഴിഞ്ഞപ്പം പേന വാങ്ങാൻ വന്നപ്പോൾ ഒരു ഫാൻസി കടയാണ് കേട്ടോ. നമ്മുടെ അട്ടപ്പാടിയിൽ ഇങ്ങനത്തെ കടയൊക്കെ ഉള്ളൂ, ഫാൻസി കടയാണ്. അവിടുത്തെ കൊച്ചാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാനും, ഞാൻ പറഞ്ഞില്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ നല്ല അടിപൊളിയായി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇന്ന് വീഡിയോ വേണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ്. ഇത് പേഴ്സ് മാളൂസ് പറഞ്ഞു, അമ്മ പേഴ്സ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ പേഴ്സൊക്കെ നോക്കിയതാണ്. മാളൂസ് അവിടെ നിൽപ്പുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. 2 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും. എല്ലാവരും അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. ടാറ്റാ ബൈ ബൈ.